ബൗളിംഗിലും ബാറ്റിംഗിലും രാജസ്ഥാൻ ഒരുപോലെ മിന്നി തെളിഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. ബാറ്റിംഗിൽ റാണയാണ് അടിച്ചു കളിച്ചതെങ്കിൽ ബൗളിംഗിൽ വാനുഡ് ഹസരംഗയാണ് തിളങ്ങിയത്. 4 ഓവറിൽ 4 വിക്കറ്റാണ് ഹസരംഗ ഇന്ന് നേടിയത്. CSKയുടെ നടുവൊടിച്ചത് ഹസരംഗ തന്നെയായിരുന്നു. ഇന്ന് കളി കഴിഞ്ഞ് അവാർഡ് വാങ്ങി ഹസരംഗ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. CSKയെ കൊതിപ്പിച്ച് കടന്നു കളഞ്ഞു. അതായിരുന്നു ഇന്നത്തെ മാച്ച്. വെറും 6 റൺസിനാണ് CSK ഇന്ന് കളി തോറ്റത്. ഇന്ന് കളി ജയിച്ച് അവാർഡ് വാങ്ങി ഹസരംഗ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ മാച്ച് ഞങ്ങളെ സംബന്ധിച്ച് നിർണായകമായിരുന്നു. കാരണം കഴിഞ്ഞ 2 മാച്ചും തോറ്റിട്ടുണ്ടായിരുന്നു. മൂന്നാമത് ഒരു പരാജയം, അത് ഞങ്ങൾ സമ്മതിച്ചു തരില്ല. അതുകൊണ്ട് ടീമിന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. എന്ത് വില കൊടുത്തും ഇന്നത്തെ മാച്ച് ഞങ്ങൾക്ക് ജയിക്കണം. അതുകൊണ്ട് ഓരോ താരങ്ങളും തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഇന്ന് പുറത്തെടുത്തു. എനിക്കും നന്നായിട്ട് ബൗൾ ചെയ്യാൻ സാധിച്ചു. പക്ഷേ എൻ്റെ ഫോമിന് പിന്നിൽ കാരണം മറ്റൊരാളാണ്. അത് മറ്റാരുമല്ല, സഞ്ജുവാണ് എനിക്ക് കാര്യങ്ങൾ ഉപദേശിച്ചു തന്നത്. കഴിഞ്ഞ 2 മാച്ചിൽ ഞാൻ ഫ്ലോപ്പായിരുന്നു. ഇനിയും ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ എനിക്ക് ഒന്നും തന്നെ ഇവിടെ ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ചിലപ്പോൾ പ്ലേയിങ് ലെവലിൽ തന്നെ പുറത്തായേക്കാം. സഞ്ജു എനിക്ക് എങ്ങനെയാണ് ബൗൾ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഓരോ താരത്തിൻ്റെയും വീക്ക്നെസ്സുകൾ സഞ്ജു എനിക്ക് കാട്ടിത്തന്നു. അതാണ് എനിക്ക് ഫോമാകാൻ പ്രയോജനമായത്. ഇന്നത്തെ വിജയം ഒരു ടീം വർക്കിൻ്റെ വിജയമാണ്. വരാൻ പോകുന്ന മാച്ചിലും ഇതേ കളി ഞങ്ങൾ ആവർത്തിക്കുമെന്ന് വാനുഡ് ഹസരംഗ വ്യക്തമാക്കി. ഹസരംഗ CSK ടീമിനെ എറിഞ്ഞൊതുക്കി. ഹസരംഗയ്ക്ക് മുന്നിലാണ് CSK വീണത്. ബാറ്റിംഗിലും ബൗളിംഗിലും ഒരുപോലെ രാജസ്ഥാൻ തിളങ്ങുന്ന ആദ്യത്തെ മാച്ചാണിത്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും രാജസ്ഥാനെ പ്ലേ ഓഫിലെത്താൻ സാധിക്കും. രാജസ്ഥാൻ വെറും 6 റൺസിനാണ് ഇന്ന് കളി ജയിച്ചത്. ധോണി പരമാവധി ശ്രമിച്ചു. എന്നിട്ടും രാജസ്ഥാന്റെ ബൗളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവസാന ഓവറിൽ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഒടുവിൽ രാജസ്ഥാൻ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.